ഗീതയും ശിവനും തരുണും തനയും ഓഫീസിൽ പോയി തുടങ്ങി. പകൽ സുമിത്രയും മാലതിയും തനുവിനെ കൂട്ടിരിക്കും. സുമിത്ര ഇപ്പോൾ ചെമ്പമംഗലത്താണ് താമസം. സീതയും കാവ്യയും കൃഷ്ണനും അവരുടെ വീട്ടിൽ തന്നെ തങ്ങി. ഇടയ്ക്ക് വന്നു കണ്ട് തിരിച്ചു പോകും. അന്നത്തെ സംഭവത്തിന് ശേഷം സീത നന്നായി ഒതുങ്ങിയിരുന്നു. വീട്ടിൽ നടക്കുന്ന ഒന്നിലും അവർ ഇടപെടാതായി. കാശി ഡ്യൂട്ടി കഴിഞ്ഞു തനുവിൻ്റെ വീട്ടിൽ പോയി ഫ്രഷ് ആകുമ്പോഴേക്കും ഗീത അവനും തനുവിനും ഉള്ള അത്താഴം റെഡിയാക്കിയിട്ടുണ്ടാകും. അതും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക്. അതാണ് ഇപ്പോഴത്തെ അവൻ്റെ റൂട്ടീൻ. തരുണോ തനയോ എന്നും വൈകുന്നേരം വന്ന് തനുവിനെ കണ്ടിട്ട് പോകും. കൂടെ മാലതിയെയും സുമിത്രയെയും വീട്ടിലേക്ക് കൂട്ടും. രാത്രി തനുവിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഡ്രസ്സ് മുഷിഞ്ഞു പോയാൽ മാറ്റി കൊടുക്കുന്നതും എല്ലാം കാശി സന്തോഷത്തോടെ ചെയ്തു പോന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മരുന്നും കൗൺസിലിങ്ങും ഒക്കെ മുറ പോലെ നടന്നിട്ടും തനുവിൽ മാറ്റങ്ങളൊന്നും കണ്ടില്ല. പരസ്പരം തുറന്നു പറഞ്ഞില്ലെങ്കിലും അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ചിന്ത എല്ലാവരുടെയും തുടങ്ങിയിരുന്നു. കാശി മാത്രം പ്രതീക്ഷയോടെ കാത്തിരുന്നു. അവനിൽ വിശ്വാസം അർപ്പിച്ച മറ്റുള്ളവരും പതിയെ പതിയെ തനുവിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾ സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യാൻ തുടങ്ങി. അതായത് ബാത്റൂമിൽ പോകുക, കുളിക്കുക, വസ്ത്രം മാറുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയവ. ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വൃത്തിയായി ചെയ്യാനോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. തല തുവർത്തുക, ചുറ്റിലും കളയാതെ വൃത്തിയായി ഭക്ഷണം കഴിക്കുക, തലമുടി ചീകുക തുടങ്ങിയ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വീണ്ടും സമയം എടുത്തു. പിന്നെ മെല്ലെ മെല്ലെ ആളുകളെ കാണാനും പുറത്തേക്ക് പോകാനും അവൾ തയ്യാറായി തുടങ്ങി. അത്യാവശ്യം മുക്കിയും മൂടിയും സംസാരിക്കുകയും ചെയ്യും. തനുവിൻ്റെ മുമ്പിൽ സങ്കടഭാവം കാട്ടി നിൽക്കരുതെന്നും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ അവളെ എൻഗേജഡ് ആക്കി നിർത്തണം എന്നും ഡോക്ടർ പറഞ്ഞതനുസരിച്ചു എല്ലാവരും പരമാവധി സന്തോഷത്തോടെ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. കൂടുതലും തനുവിൻ്റെ കുട്ടിക്കാലം, വീട്ടിലെ നല്ല ഓർമ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റൂമിൽ എപ്പോഴും തനുവിന് പ്രിയപ്പെട്ട മെലഡി സോങ്സ് ഒഴുകിക്കൊണ്ടിരിക്കും. യോധ, കിലുക്കം, മണിച്ചിത്രത്താഴ്, ഗോഡ്ഫാദർ തുടങ്ങി തനുവിന് ഇഷ്ടപ്പെട്ട കോമഡി സിനിമകൾ അവൾ ഉറങ്ങുന്നതിന് മുമ്പ് കാശി അവൾക്ക് കാണിച്ചു കൊടുക്കും. സിനിമ കണ്ട് കണ്ട് പലപ്പോഴും കാശിയുടെ മടിയിൽ കിടന്ന് തന്നെ തനു ഉറക്കം പിടിക്കും. അവൻ പിന്നെ അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തും. ഇടക്കങ്ങാൻ ഉണർന്നു പോയാൽ തലയിൽ തഴുകി ഉറങ്ങും വരെ അടുത്തിരിക്കും. പനി പിടിച്ച കുഞ്ഞിനെ എന്ന പോലെയാണ് കാശി തനുവിനെ നോക്കുന്നത് എന്ന് തരുൺ പറയാറുണ്ട്. അത് പറയുമ്പോൾ ആ ഏട്ടൻ്റെ കണ്ണുകൾ ഈറനാകും. അത് മറച്ചു വെച്ച് അവൻ പുറത്തേക്ക് പോകും. ജോലിയുടെ ടെൻഷനും തനുവിൻ്റെ പരിചരണവും വീട്ടിലെ ആശുപത്രിയിലും ഓഫീസിലും ഒക്കെയായി ഓടി നടന്ന് കാശിയെ വഴുക്കായി. ക്ഷീണം ശരീരത്തിലും മുഖത്തും കാണാനുണ്ട്. എങ്കിലും അതൊന്നും അവൻ ഒരിക്കലും കാര്യമാക്കിയില്ല. തനുവിൻ്റെ കാര്യങ്ങൾ ഒരു വീഴ്ചയും വരുത്തിയതും ഇല്ല. 26 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം തനുവിനെ ഡിസ്ചാർജ് ചെയ്തു. പഴയ കളിയും ചിരിയും മടങ്ങി വന്നില്ലെങ്കിലും ആളുകളെ കാണാനും സംസാരിക്കാനും ഉള്ള മടിയും മറ്റും മാറിയിരുന്നു. തൻ്റെ അസുഖത്തെക്കുറിച്ച് ഒരു മെഡിക്കൽ തനു എന്ന പെൺകുട്ടി തൻ്റെ അസുഖത്തെക്കുറിച്ചും അതിനായി മരുന്നുകൾ കഴിക്കേണ്ടി വന്നതിനെക്കുറിച്ചും പൂർണ്ണ ബോധവതിയായിരുന്നു. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും യോഗയും മെഡിറ്റേഷനും ശീലിക്കണമെന്നും അവൾ മനസ്സിലാക്കി. ചമ്പമംഗലത്തേക്കാണ് ഡിസ്ചാർജായി അവളെ കൊണ്ടുപോയത്. മാലതിയും കാവ്യയും അവൾക്ക് കൂട്ടായി നിന്നു. തനുവിൻ്റെ അസുഖത്തിൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ട് എല്ലാവരും അവൾക്ക് വലിയ പിന്തുണ നൽകി. കാശിയും മാലതിയും ഗീതയും സുമിത്രയും ചേർന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകി. വീട്ടിലെ പുരുഷന്മാരും തങ്ങളുടെ ഭൂരിഭാഗം സമയം അവൾക്കൊപ്പം ചിലവഴിച്ചു. അവളെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കിരിക്കാൻ ആരും അനുവദിച്ചില്ല. അവൾക്കിഷ്ടമുള്ള വാർത്തകൾ പങ്കുവച്ചും മറ്റും എല്ലാവരും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു പോന്നു. തനുവിന് ഏറെ ഇഷ്ടമുള്ള ചെസ് കളിയും മറ്റും അവർ അവളെ ഉൾപ്പെടുത്തി. തനുവിന് വേണ്ടി തറവാടിൻ്റെ പിന്നിലുള്ള കുളം നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിരുന്നു. അമ്മമാർ ആരുടെയെങ്കിലും മേൽനോട്ടത്തിൽ ദിവസം അരമണിക്കൂർ നീന്തൽ അവളുടെ ശീലമായി. അതവൾക്ക് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകി. തന്നെ കുറേയൊക്കെ പഴയപടി ആയതോടെ തരുണിൻ്റെ ഉള്ളിലെ കാമ്പുകൾ വീണ്ടും തലപൊക്കി തുടങ്ങി. ആ മാസം മുഴുവൻ കാശിയും തനുവും ചമ്പമംഗലത്താണ് താമസിച്ചത്. ഡിസ്ചാർജായി 10 ദിവസം കൂടി കഴിഞ്ഞതോടെ തനു കോളേജിൽ പോകാൻ തീരുമാനിച്ചു. ഏട്ടന്മാരോ അച്ഛന്മാരോ കാശിയോ ആരെങ്കിലും ആണ് തനുവിനെ കോളേജിലാക്കുക. ക്ലാസ്സിൽ പോയി തുടങ്ങിയതോടെ തനു ഏറെക്കുറെ നോർമൽ ജീവിതത്തിലേക്ക് എത്തി. വീണു കാലൊടിഞ്ഞ് കിടപ്പിലായിരുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാശിയുടെ ഇടപെടലും കൊണ്ട് അറ്റൻഡൻസ് പ്രശ്നമായില്ല. ഈ സംഭവങ്ങൾ കൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദുരന്ത സംഭവത്തിൻ്റെ വേദന അവളിൽ നിന്ന് കുറേയൊക്കെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്.
ഒരു പരിചയക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ മാത്രം അവൾ പെരുമാറി. ആ കണ്ണുകൾ പ്രണയത്തിൻ്റെ ലാഞ്ചന പോലും കാണാൻ കാശിക്ക് കഴിഞ്ഞിട്ടില്ല. തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങുന്നത് തീർത്തും അപരിചിതമായ ഒരു തനിമാണെന്ന് അവൻ തോന്നി. AST ഗ്ലോബലിൽ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി നീലു ജോലിക്ക് കയറിയിട്ട് 2 മാസമായി. ഇതിനോടകം തന്നെ ജോലിയിലെ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും ഒതുങ്ങിയ ഹൃദ്യമായ പെരുമാറ്റം അവളെ എല്ലാവർക്കും ഭയങ്കരിയാക്കി. പണ്ടത്തെ നീലു ആയിരുന്നെങ്കിൽ ഈ ജോലി പോലും എനിക്ക് കിട്ടില്ലായിരുന്നു. കിട്ടിയാൽ തന്നെ 1 മാസം തികക്കുന്നതിന് മുന്നേ ഇവരെല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കിയേനെ, അവൾ ആലോചിച്ചു. കാണാൻ അതീവ സുന്ദരിയായത് കൊണ്ട് തന്നെ സഹപ്രവർത്തകരിൽ പലർക്കും അവൾ ഒരു കണ്ണുണ്ടായിരുന്നു. എങ്കിലും നീലു ആർക്കും പരീക്ഷ കൊടുക്കാൻ നിന്നില്ല. സ്നേഹ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് അവളെ കാണാനേ കിട്ടുന്നില്ലായിരുന്നു. ഹോസ്റ്റലിലും താഴത്തെ ഫ്ലോറിലുമാണ് താമസം. അതുകൊണ്ട് കാണലും സംസാരിക്കലും എല്ലാം അപൂർവമായി. തൊട്ടടുത്ത സീറ്റിലെ ദീക്ഷിത എന്ന പെൺകുട്ടിയുമായി നീലു കമ്പനിയായി. ആലപ്പുഴക്കാരിയായ സുന്ദരിയായിരുന്നു ദക്ഷ എന്ന് വിളിക്കുന്ന ദീക്ഷിത. ഒരു പാവം വാരിയർ കുട്ടി. പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെ ആൻറ്റിയുടെ മോൻ്റെ ശല്യം കാരണം അവളും നീലുവിൻ്റെ കൂടെ ഹോസ്റ്റലിലേക്ക് മാറി. മറ്റാരോടും പറയാത്ത കുടുംബവിശേഷങ്ങൾ പോലും ചിലതെല്ലാം മറച്ചു വെച്ച് അവളോട് പറഞ്ഞിരുന്നു. തനുവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുമ്പോഴും വീട്ടിലേക്ക് പോകാൻ മനസ്സ് തുടിക്കുമ്പോഴും അവൾക്ക് മെൻ്റൽ സപ്പോർട്ട് നൽകി ദക്ഷ കൂടെ നിന്നു. 2 മാസം പോയതുപോലും അവൾ അറിഞ്ഞില്ല. സാധാരണ പോലെ ഒരു ദിവസം രാവിലെ ഓഫീസിലെത്തിയപ്പോൾ മുതൽ ആളുകൾ തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നതും അടക്കം പറയുന്നതും നീലു ശ്രദ്ധിച്ചു. എന്താണ് കാര്യം എന്ന് മാത്രം മനസ്സിലായില്ല. പഞ്ച് ചെയ്ത് സീറ്റിൽ ഇരിക്കാൻ പോയപ്പോഴേക്കും പ്രൊജക്ട് മാനേജറുടെ വിളി വന്നു. നീലിമ ശിവപ്രസാദ്. തൻ്റെ ആത്മാർത്ഥതയും ശുഷ്കാന്തിയും ഒക്കെ കണ്ടപ്പോൾ ഒരു ജെനുവിൻ എംപ്ലോയി ആണെന്ന് തോന്നി. ഇതിപ്പോൾ സ്റ്റോറീസ് കമ്പനിക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻഫർമേഷൻ ചോർത്തിക്കൊടുക്കാനുള്ള മിടുക്കയാണ് താൻ ഇത്രയും കാലം കാണിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രൊജക്ട് മാനേജർ സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ ഉരുക്കി വെച്ചതുപോലെ നീലുവിൻ്റെ കാതുകളിലേക്ക് പതിച്ചു. സാർ, എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. താൻ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഒരു പ്രൊജീനിയസ് പ്രൊജക്റ്റ് ആണെന്ന് അറിയാമല്ലോ. തൻ്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ് സീനിയർ സ്റ്റാഫ് ധാരാളം ഉണ്ടായിട്ടും അത് തന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് അതെവിടെ? ഫിനിഷായി സാർ. ഇന്ന് രാവിലെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പോകുകയായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ നീലിമ. ഇന്നലെ പോകുന്നതിന് മുമ്പ് തന്നെ താനത് സാറിന് അയച്ചു കൊടുത്തില്ലേ? വാട്ട്? നീലു അലറിക്കൊണ്ട് ചോദിച്ചു. നീലിമയുടെ അഭിനയം ഒക്കെ കൊള്ളാം. സ്റ്റേജിലാണെങ്കിൽ ഇവിടെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. തൻ്റെ ഐഡിയയിൽ നിന്ന് താൻ ചെയ്ത പ്രൊജക്റ്റ് നമ്മുടെ റൈവൽ കമ്പനിക്ക് മേൽ പോയിട്ടും അത് മാനേജ്മെൻറ്റ് കൈയോടെ പിടിച്ചിട്ടും ഇത്ര കോൺഫിഡൻസായി നിൽക്കാൻ എങ്ങനെ കഴിയുന്നു തനിക്ക്? സിദ്ധാർത്ഥ് കണ്ണുകളടച്ചു മുഷ്ടി ചുരുട്ടി മേശമേൽ ഇടിച്ചു. കോപം നിയന്ത്രിച്ചു. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ നീലു നിലത്തേക്ക് കൂർന്നിരുന്നു. അല്പനേരം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയ സിദ്ധാർത്ഥ് കാണുന്നത് വെറും നിലത്തിരിക്കുന്ന നീലുവിനെയാണ്. കവളിലൂടെ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു.